കാട്ടുപോത്ത് ആക്രമണത്തെ തുടർന്ന് കക്കയം ഡാം സൈറ്റിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. എറണാകുളം ഇടപ്പള്ളി സ്വദേശികൾക്കാണ് ഇന്നലെ പരിക്കേറ്റത്. കാട്ടുപോത്തിനായി വനം വകുപ്പ് 3 സംഘങ്ങളായി തിരിഞ്ഞു പരിശോധന നടത്തുകയാണ്. മിഥില ബാലൻ. കാട്ടുപോത്തിനെ കണ്ടാൽ തന്നെ പേടിയാവും. അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പശുവൊക്കെ റോഡിൽ നിന്നാൽ തന്നെ ഭയമാണ്. അപ്പൊ പിന്നെ ഈ കാട്ടുപോത്ത് വന്നാൽ പേടിച്ചോടും. ഇതിനെന്താണ് പരിഹാരം? നല്ല ഭംഗിയുണ്ടല്ലേ, അഴകുണ്ടല്ലേ. പക്ഷേ ഗിരിമ മാത്രമേ ഉള്ളൂ. ഇവനിങ്ങനെ അങ്ങോട്ട് ഭയങ്കര ശക്തിയും കരുത്തുമാണ്. ഒരു കുത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ എന്ന് കണ്ണു തുറക്കും എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അമ്മാതിരി ഇടിയായിരിക്കും ഇടിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ ഇടപ്പള്ളി സ്വദേശികളായ വിനോദസഞ്ചാരികളെ ഇത് ആക്രമിക്കുകയും ചെയ്തു, പരിക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് കക്കയം ഡാമിൽ ഇപ്പോൾ സന്ദർശക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മിഥില ബാലൻ ചേരുന്നു. മിഥില, ഇതുപോലെയുള്ള നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെയുള്ള കാട്ടുപോത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഉറപ്പായും വിലക്ക് ഏർപ്പെടുത്തേണ്ടതാണ്. ആഷ്മി, ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എറണാകുളം സ്വദേശികളാണ് ഇവർ. കക്കയം ഡാം സൈറ്റിൽ കക്കയത്ത് വിനോദസഞ്ചാരത്തിന് എത്തിയതായിരുന്നു. അമ്മയ്ക്കും മകൾക്കുമാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അവരിപ്പോൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രി, നിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകിട്ട് ഈ അമ്മയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ICUവിലാണ് അവരുള്ളത്. ആരോഗ്യനില തൃപ്തികരമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അല്പസമയം മുമ്പ് അവരുടെ ബന്ധുക്കളുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വാരിയലിനാണ് 3 വാരിയലിനാണ് പൊട്ടലുണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്കാണ് ഇവരെ വിധേയമാക്കിയിട്ടുള്ളത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന 9 മണിക്ക് ശേഷം അവിടെ ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പെരുവണ്ണാമൊഴി കക്കയം റേഞ്ചിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു പരിശോധന. 3 സ്ക്വാഡുകളായി തിരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഏരിയ എന്നത് സാധാരണ കാട്ടുപോത്തുകൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു ആക്രമണം ഇതാദ്യം എന്നാണ് വനം വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കക്കയം ഡാമിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാട്ടുപോത്തിന്റെ ആക്രമണത്തെ തുടർന്ന് ഇടപ്പള്ളി സ്വദേശികൾക്ക് പരുക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് വിലക്ക്. ഇവിടെ സുരേന്ദ്രകുമാർ PM ചോദിക്കുന്നു, ആഷ്മി സമ്മേളനത്തിന് ഞാൻ മാത്രം രജിസ്റ്റർ ചെയ്തുള്ളൂ, 2 പേര് വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. അതിന് ആ നമ്പർ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വിളിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ QR കോഡ് ഉണ്ട്. വരുന്ന ആളുടെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും വെറുതെ നമുക്ക് കണക്കിന് വേണ്ടി രജിസ്റ്റർ ഇടുന്ന പ്രശ്നമുണ്ടോ? അല്ലേ, അത് വലിയ ഹെർക്കുലർ ടാസ്ക് ഒന്നുമല്ലോ. എന്തായാലും വരണം. അത് വരണം. Abin Eldo Raju Ashmi, I am Abin Eldo now from Ireland. My wife Prabhi is always scolding me to keep listening to news all the time. She keeps teasing me that I am watching 24. She'll be happy if you read it. Read it.